ഷഹർ എന്ന ഖുർആനിക പദപ്രയോഗത്തെ ഇബ്നു കസീർ വ്യാഖ്യാനിച്ചതിനെയാണ് താങ്കൾ പറയുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത, തർക്കമില്ലാത്ത കാര്യമാണ് സംസാരിക്കുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ ഇബാറത്ത് പ്രകാരം തന്നെ ഇമാം അബു ജാഫർ തബരിയുടെ വ്യാഖ്യാനമാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ കൊണ്ടുവന്ന ആയത്തിന് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ കാന മിൻകുമുശ് ശഹ്റ. ഖാല അബൂ ജാഫർ, ഇമാം തൊബരി പറയാണ്, വശഹ്റു, നിങ്ങൾ പറഞ്ഞ അതേ ഇബ്നു കസീറിന്റെ അതേ വ്യാഖ്യാനം, ഫീമാ ഖീല അസ്ലുഹു മിനശ് ശുഹ്റ യുഖാലു ലഹു ഖദ് ശഹറ ഫുലാൻ സൈഫ്. നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ ഉറയിലിട്ടിരിക്കുന്ന വാൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെട്ടിത്തിളങ്ങുന്ന ഒരു വാള്, അത് എല്ലാവർക്കും അത് കൃത്യമായി പ്രകടമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത് അവിടെ മാസം കണ്ടു എന്ന് പ്രഖ്യാപനമുണ്ടായാൽ അത് പിന്നെ ശുഹ്റത്തായി, പരസ്യമായി. ആ നിലക്ക് ആ മാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ മാസം നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഫമൻകാന മീൻകും അശ്ശഹ്റ, ആ മാസത്തിന് സാക്ഷിയായാൽ നോമ്പെടുത്തുകൊള്ളട്ടെ എന്നാണ്. എന്നാൽ നിങ്ങൾ ഈ വോയിസിന്റെ അവസാനം പറയുന്നത് അതുകൊണ്ട് സൗദി അറേബ്യയിൽ മാസം കണ്ടു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും നോമ്പെടുത്തുകൊള്ളട്ടെ. അങ്ങനെ ഏത് വ്യാഖ്യാനത്തിലുള്ളത്? താങ്കൾ കൊണ്ടുവന്ന ഇബ്നു കസീറിന്റെ വ്യാഖ്യാനത്തിൽ അതില്ല. അപ്പോൾ താങ്കളുടെ വാദം സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവിടെ നിങ്ങൾ സൗദി അറേബ്യ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ പറയുന്ന നമുക്ക് തർക്കയിലത് സൗദി അറേബ്യയിൽ മാസം കണ്ടാല് ഇന്ത്യ രാജ്യത്തുള്ള മൊത്തം ഇജ്മാഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി ഇജ്മാഓടുകൂടി അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പെടുക്കാൻ, പെരുന്നാളും ആഘോഷിക്കാം. അതിലൊന്നും തർക്കമില്ല. അതിനാ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ അതേ വ്യാഖ്യാന പ്രകാരം തന്നെ പ്രകടമായി വാള് ഉറയിൽ നിന്ന് ഊരിയെടുത്തു കഴിഞ്ഞാൽ അതേപോലെ മാസം കണ്ടു എന്ന് പരസ്യ പ്രഖ്യാപനം ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ ഇജ്മാഉൽ മുസ്ലിമീങ്ങളുടെ ഏകകണ്ഠമായ ഇജ്മാഓടുകൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാവരും നോമ്പെടുക്കണം, പെരുന്നാൾ ആഘോഷിക്കണം. അത് നമുക്ക് തർക്കമുണ്ടോ? ഇല്ല. അപ്പൊ തർക്കമില്ലാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ നീട്ടി വിളിച്ച് കൊണ്ടുപോകുന്നത്? ഇതാണ് ഈ വോയിസുമായിട്ട് എനിക്ക് പ്രതികരിക്കാനുള്ളത്. കേൾക്കുന്നവർ വിചാരിക്കും നമ്മൾ ഇതിനൊക്കെ പ്രതികൂലമാണ് എന്ന്. ഒരിക്കലല്ല, ഇതിലൊന്നും നമുക്ക് തർക്കമില്ല. സൗദി അറേബ്യ മാസം കണ്ടാൽ ലോകത്ത് മൊത്തം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 86 രാജ്യങ്ങൾ, ഓക്കെ, ആ 86 രാജ്യങ്ങളിലെയും മുസ്ലിമീങ്ങൾ ഇജ്മാഓടുകൂടി അംഗീകരിച്ചാൽ നമുക്ക് സ്വീകരിക്കുന്ന എന്താ കുഴപ്പം? ഫൈസൽ മൗലവി എന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വിസ്ഡത്തെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിസ്ഡം പണ്ഡിതന്മാർ പറയുന്നത് തന്നെയാണ് 100% പെർഫെക്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വോയിസിൽ ഈ നിങ്ങൾ ഷഹർ മാസം എന്ന ഖുർആനിക പദപ്രയോഗത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പ്രതികൂലവും അല്ല, നിങ്ങൾക്ക് ഇത് അനുകൂലവുമല്ല. നിങ്ങൾ വാദത്തിന് ഇത് അനുകൂലമായി മാറുന്നില്ല, എന്നാൽ നമുക്ക് ഇത് അനുകൂലമായിട്ടാണ് മാറുന്നത്. ഞാൻ പിലാച്ചേരി സാഹിബിന്റെ 3 മിനിറ്റ് 36 സെക്കൻഡുള്ള ഈ വോയിസ് കേട്ട് തീർത്തു. അദ്ദേഹത്തിന്റെ ബാക്കി വോയിസുകളൊന്നും കേട്ടില്ല. അപ്പൊ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടിയിരുന്ന എന്താ? ഇദ്ദേഹത്തിന്റെ ബാധ്യത എന്താ? ഇദ്ദേഹം പറഞ്ഞത് എനിക്കതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് വിശദീകരിച്ചു തരണം. എന്താണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ എന്തുകൊണ്ട് ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു? അതിനെന്താ നിങ്ങളുടെ രേഖ എന്ന് നിങ്ങൾ വിശദീകരിക്കണമെന്ന് നിർബന്ധിച്ചു. ഞാനത് വിശദീകരിച്ചു. ഖുർആൻ കൊണ്ട് വിശദീകരിച്ചു, ഹദീസ് കൊണ്ട് വിശദീകരിച്ചു, ശറഹ് കൊണ്ട് വിശദീകരിച്ചു, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കന്മാരെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം വെച്ച് വിശദീകരിച്ചു, എല്ലാം വിശദീകരിച്ചു. ആ വിശദീകരണത്തിൽ എവിടെയെങ്കിലും തെറ്റായ വല്ല കാര്യവും ഉണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വിലാച്ചേരി സാഹിബെ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് ഒരക്ഷരം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റിയ ഒരു വാചകം നിങ്ങൾ ഉദ്ധരിച്ചോ? എന്നിട്ട് ഞാൻ പറയാത്ത കാര്യം എൻ്റെ പേരിൽ ആരോപിക്കല്ലേ നിങ്ങൾ ചെയ്ത്? ഇതൊക്കെ ഒരു മര്യാദകേടല്ലേ? ഈ ഖുറാഫികളെക്കാളും തരം താഴ്ന്ന നിലപാട് ഏതായിരുന്നാലും ഈ മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യരുത്. പിന്നെ മൂപ്പർ അവസാന വോയിസിൽ പറയുന്നത് ഞാൻ വിസ്ഡത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന, അതാണ് നിങ്ങൾക്ക് പ്രശ്നവും. നിങ്ങൾ ഇൽമല്ല ന്യായീകരിക്കുന്നത്. ഇൽമും തെളിവും പ്രമാണങ്ങളും അതിൻ്റെ ഉസൂലിയായ നിയമങ്ങളും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ പറഞ്ഞു വെച്ചത്, അതായത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു വെച്ചത് പെർഫെക്റ്റ് ആണ്,
വിസ്ഡം പറഞ്ഞു വെക്കുക 100% പെർഫെക്റ്റ് ആണ്. അവർ പറഞ്ഞൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് സത്യസന്ധത എന്ന ഒരു അംശം നിങ്ങൾക്ക് വേണ്ടേ? ആ സത്യസന്ധത നിങ്ങളെ കയ്യിലില്ല എന്നത് നിങ്ങൾ ഒന്നാമത്തെ വോയിസിൽ തന്നെ എനിക്ക് ബോധ്യമായി. പിന്നെ നിങ്ങളോട് ശരിക്കും സംസാരിക്കേണ്ട ബാധ്യതയല്ല എനിക്ക്. ഈ വിഷയവുമായി നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. കാരണം നിങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധമില്ല. നിങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നെ വിമർശിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ വേണ്ടി മാത്രം നിങ്ങൾ ഈ ചർച്ച ഇവിടെ ഉണ്ടാക്കിയ. ഏതായിരുന്നാലും നിങ്ങൾ ഇട്ടുള്ള മുഴുവൻ വോയിസുകൾ ഞാൻ കേട്ടിട്ട് മറുപടി പറയും ഇൻഷാ അല്ലാഹ്. ഇതിൽ നിങ്ങൾ പറഞ്ഞു വെച്ച സംഗതി എന്താ? ഞാൻ ഇബ്നു കസീറിനെ ദുർവ്യാഖ്യാനിച്ചു. എന്തിനാണ് സാഹിബെ ഞാൻ ഇബ്നു കസീറിനെ ഞാൻ ഉദ്ധരിച്ചത് എന്തിനാ? ഇബ്നു കസീറിനെ ഞാൻ ഉദ്ധരിച്ചത് എന്തിനാ? ഒരാളൊരു തെളിവ് ഉദ്ധരിക്കുമ്പോൾ എന്തിനു വേണ്ടി ഉദ്ധരിച്ചു എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ? തെളിവ് എന്താണ്? ഇബ്നു കസീർ പറഞ്ഞെന്താ? ഷെഹർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത് എന്നാണ് അർത്ഥം. വാള് ഉറയിൽ നിന്ന് ഊരുന്നതിന് ഷഹറ എന്ന് പറയും. എന്ന് വെച്ചാൽ വെളിവായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും മാസം ഉദിച്ചു എന്ന് വെളിവായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കുമുള്ള കാഴ്ചയാണ്. അതുകൊണ്ടുള്ള നിർബന്ധ ബാധ്യത ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും ബാധകമായി. അത് പ്രാദേശികം അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഉദ്ധരിച്ചത്, അല്ലേ? സൗദി അറേബ്യയിൽ മാസം കണ്ടാൽ ഉറപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ചങ്ങായി ഞാനത് ഉദ്ധരിച്ചത്? ആണോ? നിങ്ങളെ തലൻ്റെ ഉള്ളിൽ സത്യത്തിൽ എന്താ? നിങ്ങൾ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുക ആണോ? സൗദി അറേബ്യയിൽ ഉറപ്പിച്ചാൽ എല്ലാവർക്കും പെരുന്നാളാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഞാനിവിടെ പറഞ്ഞത്? ആണോ? പിന്നെന്തിനാ നിങ്ങൾ അതിൻ്റെ പേരിൽ ആരോപിക്കുന്നത്? സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ യോഗ്യന്മാരായ ഭരണാധികാരികളാണ്. അതുകൊണ്ട് അവരുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ലോകത്ത് 86 രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു. അതേപോലെ ഞങ്ങളും പെരുന്നാൾ ആഘോഷിച്ചു. ഞങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ള തെളിവ് അതാണ്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ല ഞാൻ വിശദീകരിച്ചത്. അതിനു വേണ്ടിയിട്ടല്ലേ ഷെഹർ എന്ന വാക്കും ഇബ്നു കസീർ അത് പറഞ്ഞതും. അങ്ങനെ ഇസ്തിഹ്ലാൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമായി, അവർക്ക് നോമ്പ് ബാധ്യതയായി എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. വമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസുംഹു എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇബ്നു കസീറിനെ ഉദ്ധരിച്ചത്. അങ്ങനെ ഉദ്ധരിച്ച് തെറ്റാണെങ്കിൽ തെറ്റാന്നല്ലേ നിങ്ങൾ സ്ഥാപിക്കേണ്ടത്. അതിന് വേറെ നിങ്ങൾ വിസ്തത്തിന് ന്യായീകരിക്കുക. നിങ്ങൾ പ്രമാണത്തോട് യാതൊരു കൂറുമില്ലേ. പിന്നെന്തിനാ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്? ഇത് അമോളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നെറ്റ് പോയി നിങ്ങൾ പരിശോധിച്ചാൽ കാണും. ഈ ഇന്നലെ, അതായത് ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ച രാജ്യങ്ങളുടെ പേരുകളാണ്. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, അറബ് രാജ്യങ്ങൾ ഒമാൻ ഒഴിച്ചുള്ള എല്ലാ അറബ് രാജ്യങ്ങളിലും ഞായറാഴ്ച പെരുന്നാളാണ്. അതിന് പുറമെ ഈ എണ്ണിയിട്ടുള്ള രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും അതിനെതിരെ നിൽക്കുന്നവരായ ആളുകളുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ അവിടുത്തെ ലജ്നയുടെ തീരുമാനപ്രകാരം പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. സൗദി അറേബ്യ ഉറപ്പിക്കുന്നതിനനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. കാനഡയിലുണ്ട്. കാനഡയിൽ എൻ്റെ സഹോദരിയുടെ പുത്രി കുടുംബസഹിതം താമസിക്കുന്നുണ്ട് അവിടെ. അതൊക്കെ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞവരായ ആളുകൾക്കൊന്നും ഇത് തിരിയുന്നില്ലേ? നിങ്ങൾ ഈ പറയുന്ന കാര്യം തിരിയുന്നില്ലേ? അമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസുംഹു സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ഒരു സ്ഥലത്ത് കാഴ്ചയുണ്ടായി എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ കാഴ്ചയുടെ വിവരം ആർക്കൊക്കെ എത്തുന്നുവോ അവർക്കൊക്കെ നോമ്പും പെരുന്നാളും ബാധ്യതയായി എന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ മുഴുവനും അത് ചെയ്യുന്നത്. ഞങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ട് തെറ്റായി? അതാ നിങ്ങൾ വിശദീകരിക്കേണ്ടത്. മനസ്സിലായോ? ഇതിൽ മാത്രമല്ല, നിങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന സംഗതി എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താ? ഇബ്നു കസീർ പറഞ്ഞത് ശരിയാണ്. അതിന് പുറമെ അബൂജാഫർ റാസി അബൂജാഫർ തൊബരി അദ്ദേഹവും അത് തന്നെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. അതിനെന്താ? ഞാൻ പറഞ്ഞ തെളിവ് തന്നെ പോരാഞ്ഞിട്ട് അബൂജാഫർ തൊബരിയെ കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യം എന്താണ്? മാത്രമല്ല, അവർ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറയുന്നുണ്ട്. അതായത് ഷെഹർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായെന്നാണ്. ഒരു നാട്ടിൽ കാഴ്ചയുണ്ടായി, അത് പ്രഖ്യാപിക്കപ്പെട്ടു, അത് വെളിവായി, അത് ലോകത്ത് വിളംബരം ചെയ്യപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ എന്താ അംഗീകരിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അംഗീകരിക്കാതിരിക്കാൻ നിങ്ങളുടെ ന്യായം എന്ത്? നിങ്ങളുടെ തെളിവെന്ത്? അത് ഫൈസൽ മുസ്ലിയാർ ഇജ്മാ ഉണ്ടായാലേ പറ്റുന്ന. ഫൈസൽ മുസ്ലിയാർ ആരാണ്? അദ്ദേഹത്തിന് അത് പറയാൻ എന്താ രേഖ? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ അത് രേഖ. നിങ്ങൾ അങ്ങനെ ഒരു ഇജ്മാ ഇവിടെ ഉണ്ടായിട്ടാ? ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഇജ്മാ ഉണ്ടോ? ആരാ ഇജ്മാ ഉണ്ടാക്കിയത്? ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കൂടി കൂടുന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണോ ഇജ്മാ എന്ന് പറഞ്ഞാൽ?
അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് പോട്ടെ, കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിൽ നിങ്ങൾക്ക് ആരാണ് വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘത്തിന് ആരാണ് ഹിലാൽ ഉറപ്പിക്കുവാനുള്ള അധികാരം നൽകിയത്? ഇസ്ലാമിക ശരീഅത്തിന് അങ്ങനെ അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? കേരള ഹിലാൽ കമ്മിറ്റിക്ക് അങ്ങനെ ഹിലാൽ ഉറപ്പിക്കാനുള്ള ഇത് ആരാണ് തന്നിട്ടുള്ളത്? മർക്കസ് ദഅവക്കാർക്ക് ആരാണ് കൊടുത്തത്? ഇസ്ലാമിക ശരീഅത്തിന്റെ ഏത് നിയമത്തിന്റെ വകുപ്പ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ഏറ്റെടുത്തത്? ഈ നിങ്ങൾക്ക് ഏകോപനം ഉണ്ടെങ്കിൽ ഈ 3 സാധനം എങ്ങനെ ഉണ്ടായി? അതിന് പുറമെ മർക്കസ് ദഅവയിൽ 2 വിഭാഗം എങ്ങനെ ഉണ്ടായി? അതിന് പുറമെ അലി മനിഫ് ഖാന്റെ വേറൊരു ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ മുജാഹിദികൾ തൗഹീദ് ഉള്ളവരായ ആളുകൾക്കാണ് ഈ വിഷയം ഇവിടെ ഉണ്ടാകുന്നത്. തൗഹീദ് ഉള്ളവരായ ആളുകൾക്ക് പോലും ഇവിടെ ഏകോപിതമായ ഒരു സംവിധാനമില്ല. നിങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് പോലും ഏകോപിതമായ ഒരു അഭിപ്രായമല്ല. ചില ആൾക്കാർ കണക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തുന്നു, ചില ആൾക്കാർ കണക്കിനെയും കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തുന്നു, ചില ആൾക്കാർ മാസം മാസം നോക്കണം എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ 8 കൂട്ടരുണ്ടെങ്കിൽ 8 വിഭാഗത്തിനും 8 നിലപാടാണുള്ളത്. പിന്നെ എന്ത് ഇജ്മാ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക്? നിങ്ങൾ ആരാ ഇജ്മാ പഠിപ്പിച്ചത്? ഏത് ഇജ്മാവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങൾ പെരുന്നാളാക്കിയത്? ആരാ നിങ്ങൾ ഉറപ്പിച്ചത്? പിന്നെ ഇവിടെ കാളിമാർ അംഗീകരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുക? അവർ ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളാണ് എന്ന് നിങ്ങൾ നായിക്ക് 40 വട്ടം പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അവരുടെ തീരുമാനം അംഗീകരിക്കാൻ പറ്റും? അവരൊക്കെ എങ്ങനെ പൊതു മുസ്ലിങ്ങളായത്? അപ്പൊ നിങ്ങൾ ഈ രാഷ്ട്രീയ കളി കളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഉട്ടോപ്പിയൻ നയമാണത്. മനസ്സിലായില്ലേ? പിന്നെ ഹിലാൽ കാണുക എന്നുള്ള പിന്നെ മത്തലബ് ബാധ കാണുന്ന അത് നിങ്ങൾ കൊണ്ടുവരണേ. ഇവിടെ കേരളത്തിൽ മത്തലബ് ഒന്നാണോ? ആണോ? അങ്ങനെ തിരുവനന്തപുരത്ത് 1 മിനിറ്റ് ഉണ്ടാവുകയും കാസർഗോട്ടും കോഴിക്കോട്ടും ഇല്ലാതിരിക്കുകയും ചെയ്തില്ല. അപ്പൊ മത്തലബ് പോയില്ലേ? കേരളത്തിൽ പോലും ഒരു മത്തല അല്ല എന്ന് വന്നില്ലേ? അപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങൾ ഈ പെരുന്നാൾ ഇന്നാക്കിയതിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങളുടെ തെളിവ് എന്താണ്? നിങ്ങൾ വിശദീകരിക്കണമല്ലോ. അത് ഞങ്ങളെ കാര്യം ഞങ്ങൾ വ്യക്തമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി. ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ച ദിവസത്തിലാണ് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഞങ്ങൾക്ക് അതിന് രേഖ ഉണ്ട്. നിങ്ങൾ ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഇജ്മാന്റെ അടിസ്ഥാനത്തിലാണ്? എവിടെ അതുണ്ടായത്? ലക്ഷദ്വീപിൽ ഇന്നും പെരുന്നാളില്ല. മനസ്സിലായില്ലേ? ഇന്നും അവർക്ക് പെരുന്നാളില്ല. നാളെ പെരുന്നാൾ ആകെങ്കിലേ ഉള്ളൂ. ഇതപ്പം നിങ്ങളെ കോല. ഇതാണ് നിങ്ങളെ ഇജ്മാഴ്. ഇങ്ങനെ ഇജ്മാഴ് ലോകത്ത് എവിടെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാ? ഞങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങളൊന്നും ഇതിന്റെ അതോറിറ്റി അല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. മാസം ഉറപ്പിക്കാനും കൈകാര്യം ചെയ്യാനുള്ള അതോറിറ്റി നിങ്ങൾ ആരുമല്ല. നിങ്ങൾക്ക് ആർക്കും ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെ അധികാരവും അവകാശവും തന്നിട്ടില്ല. അതേ അവസരം ഇസ്ലാമിക ശരീഅത്ത് അധികാരം തന്ന് ഭരണാധികാരികൾക്കാണ്. അങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് വിധിക്കുന്ന ഭരണാധികാരികൾ ഉള്ള നാടാണ് സൗദി അറേബ്യ. അതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ തീരുമാനത്തെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നത്. അവിടെ 2 പ്രഖ്യാപനം ഉണ്ടായി, ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അംഗീകരിച്ചത്. അത് ഇസ്ലാമിക ശരീഅത്തിന് വിധേയമാണ്. നിങ്ങളുടേത് ഏത് ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരുടെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങളെ സംഘടനക്കാരുണ്ടാക്കുന്ന ശരീഅത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. അത് നിങ്ങൾ എടുത്തോ. അത് നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളോട് പറയണ്ട. ഞങ്ങളോട് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമാവലികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് പറ്റുക സംസാരിച്ചാൽ മതി. പിന്നെ വിലാച്ചേരി അബൂബക്കർ സാഹിബ് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം, ലോകത്ത് മാസം ഉണ്ടായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമായ കാര്യമാണ് എന്ന് ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്. അങ്ങനെ ഉണ്ടായി എന്നത്, മാസം ഉറപ്പിച്ചു എന്ന് ഒരു അതോറിറ്റി, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റുന്ന, മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അതോറിറ്റി അതാരാണ്? ഭരണകൂടം, ഖാലി, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഭരിക്കുന്ന ഖാലി. സൗദി അറേബ്യയിലെ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഭരിക്കുന്ന, വിധി പറയുന്ന ഒരു അതോറിറ്റിയാണ്, ഇസ്ലാമിന്റെ അതോറിറ്റിയാണ്. ആ അതോറിറ്റി പറഞ്ഞതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അതോറിറ്റി പറഞ്ഞാൽ പിന്നെ ആ അതോറിറ്റി പറഞ്ഞ കാര്യം സ്വീകരിക്കണമെങ്കിൽ അതാത് നാട്ടിലുള്ള മുസ്ലിമീങ്ങളെല്ലാം കൂടി ഇജ്മാ ആകണം, എന്നാലേ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ തെളിവ് ഹാജരാക്കണം. ആ തെളിവ് ഹാജരാക്കിയിട്ടേ അടുത്ത പരിപാടിയുള്ളൂ. മനസ്സിലായില്ലേ? ഒരു കോമ്പറ്റന്റ് അതോറിറ്റി, ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു അതോറിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, മാസം ഉണ്ടായി, മാസം തെളിഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ, അത് അപ്ലൈ ചെയ്യണമെങ്കിൽ, അത് മറ്റു രാജ്യങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ മുസ്ലിമീങ്ങളെല്ലാം ഇജ്മാ ആകണം, എന്നാലേ പറ്റുകയുള്ളൂ എന്നുള്ള നിലപാട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. അത് ഉത്തരം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. അത് നല്ലത്. അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്. ആ നിങ്ങളെ ഇഷ്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ തെളിവ് എന്ത് എന്ന് നിങ്ങൾ ഹാജരാക്കണം. عند رؤية الهلال رمضان في معظم بلاد أفريقيا يختلف، ما نستطيع أن نرى الهلال في يوم الأول، وتجد الناس بعضهم يستمعون مثلا من الدول الإسلامية رأوا الهلال وصاموا معهم، وبعضهم يقولون نحن لا نختلف مطالعنا مع تلك الدول.
وتجد الناس مختلفين اختلافا كبيرا. بعضهم يقولون أنتم تتبعون الدولة مثلا الدولة الوهابية، وبعضهم يقولون يعني كلام كثير. فما هي الرأي الصحيح في هذا الحال؟ الرأي الصحيح أن ينظروا إلى ما يقرره علماؤهم هناك وقضاتهم، لأن الصوم يوم يصوم الناس، والفطر يوم يفطر الناس. وكونهم يقتدون بالدولة الفلانية أو الدولة الفلانية فهو خطأ منهم فيما نرى أن يتبعوا قضاتهم. إذا حكموا بدخول الشهر لزمهم ما يلزمهم من الإفطار في العيد أو الصوم في دخول شهر رمضان. نعم. فالناس تبعوا لإمامهم، إذا صام صاموا وإذا أفطروا. ഇലാച്ചേരി അബൂബക്കർ സാഹിബേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു ദീനിയായ ചർച്ചയാണ്. ഞാനിവിടെ ഉന്നയിച്ച മുഴുവനും ഖുർആന്റെയും ഹദീസിൻ്റെയും അതുപോലെ തന്നെ തഫ്സീറിൻ്റെയും ഉലമാക്കന്മാരുടെ ഉദ്ധരണികളുടെയും അടിസ്ഥാനത്തിലാണ് എൻ്റെ കാര്യം ഞാൻ സ്ഥാപിച്ചത്. ഞാൻ എൻ്റെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ആ കാര്യത്തിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്. ഞാൻ കേട്ട വോയിസിൽ ഒന്നും എന്നോടൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റാ നിങ്ങൾ സമർത്ഥിക്കുന്നില്ല. മനസ്സിലായെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും കുറേ പറയാ, നിങ്ങളോട് ചോദിച്ചാൽ ഇങ്ങോട്ട് മറുപടിയില്ല. നിങ്ങൾക്ക് ചോദ്യം തന്നെ മനസ്സിലായി. ഞാൻ പച്ചമലയാളത്തിലാണ് മോൾ എഴുതി വെച്ചത് അല്ലേ? എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുക. ആ ചോദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യും. 3 മിനിറ്റ് നിങ്ങൾക്ക് ടൈം വരും. ആ ടൈമോട് നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് തരാം. അല്ലാതെ നിങ്ങളോട് സംസാരിക്കാനല്ല, എനിക്ക് കഴിയില്ല. എനിക്ക് വേറെ ഒരുപാട് പരിപാടിയുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങളിവിടെ പറഞ്ഞു എന്ത്? ഷെഹർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാവുക എന്നാണ് അർത്ഥം. മാസം ഒരിക്കൽ പ്രസിദ്ധമാകലാണ്. അങ്ങനെ പ്രസിദ്ധമായി എന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമാകും. അത് ഞങ്ങളും സമ്മതിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ വോയിസിൽ ഞാൻ ടാഗ് ചെയ്തുള്ള വോയിസ് പറഞ്ഞില്ലേ? എന്നിട്ട് അവസാനം നിങ്ങൾ പറഞ്ഞു വിസ്റ്റത്തിൻ്റെ നിലപാട് ശരിയാണ്. കാരണം എന്താണ്? അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായാലും പ്രഖ്യാപനം ഉണ്ടായാലും അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഇജ്മാ ഉണ്ടാകണം. എങ്കിലേ അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനെന്താണ് നിങ്ങളുടെ കയ്യിലെ രേഖ എന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ തെളിവെന്താണ്? എന്നോട് നിങ്ങൾ ചോദിച്ചാലൊക്കെ തെളിവൻ തരൂ. എൻ്റെ എല്ലാ കാര്യവും തെളിവുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയുടെ തെളിവെന്താണ്? നാട്ടിലെ ഇജ്മാ ഉണ്ടാകണം. പ്രഖ്യാപനം ഉണ്ടായ പോരാ, തെളിഞ്ഞാൽ പോരാ, ഉദയം ഉണ്ടായ പോരാ, ഉണ്ടായെന്ന് ആര് പ്രഖ്യാപിച്ചാലും പോരാ, അതാത് നാട്ടിലെ ജനങ്ങളുടെ ഇജ്മാ ഉണ്ടാകണം, എന്നാലേ നടപ്പാക്കാൻ പറ്റൂ എന്ന് പറയുന്ന നിങ്ങളുടെ നിലപാടിൻ്റെ തെളിവ് എന്ത്? അത് നിങ്ങൾക്ക് മറുപടി ഉണ്ടാവും, പറയാം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ വിശദീകരിക്കാം. എനിക്ക് നിങ്ങളെ 900 പരിപാടിക്ക് പറ്റൂല. ഞാൻ കൃത്യമായി വ്യവസ്ഥക്കനുസരിച്ച് പോകണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങളോട് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനില്ല, വേറെ ആരും സംസാരിച്ചോട്ടെ. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഒരു ഹദീസും സഹിയായ ഹദീസാണ്. ഇമാം തുർമുദിയും ഇമാം ദാറഖുത്നിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം നവവിയുടെ അൽ മജ്മൂ എന്ന ഗ്രന്ഥത്തിലും കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജനങ്ങളെല്ലാം ഏകകണ്ഠമായി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളും പെരുന്നാൾ ആഘോഷിക്കുക, നോമ്പ് അവസാനിപ്പിക്കുക. ഏകകണ്ഠമായി എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് ഹദീസ്. അൽ ഫിത്തറു യൗമ യഫ്തിറുന്നാസ് വൽ അദ്ഹാ യൗമ യദ്ഹന്നാസ്. ഇതാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാർ കൊടുത്ത ഒരു വിശദീകരണവും താഴെ കൊടുത്തിട്ടുണ്ട്. ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസ്. എന്നിട്ട് ഹദീസ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇന്ന യൗമ ഈദുൽ ഫിത്രി ഹുവ അൽ യൗമു അല്ലദി യതവഹദു ഫീഹി അന്നാസ് അലാ ഇഫ്താരിഹി. എല്ലാവരും ഐക്യകണ്ഠേന നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ അവരോടൊപ്പം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. ലാ അൻ യതഫർരിദ അഹദുൻ ബിനഫ്സി, ഒരാളും സ്വന്തമായിട്ട് അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദീർഘമായ വിശദീകരണമാണ്. മുഴുവൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. താങ്കൾക്ക് അത് വേണമെങ്കിൽ താങ്കൾ തന്നെ വിശദീകരിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വയെ മുകളിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിച്ച് അർത്ഥം പറയണം. വായിച്ചർത്ഥം പറയുന്ന പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് വായിക്കണം. അത് നിങ്ങൾക്ക് അനുകൂലമുള്ള തെളിവാണോ എനിക്ക് അനുകൂലമുള്ള തെളിവാണോ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് എഴുതി വായിക്കണം. നിങ്ങൾക്ക് അനുകൂലമായ തെളിവാണോ എനിക്ക് അനുകൂലമായ തെളിവാണോ അപ്പോൾ വ്യക്തമാവും. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എഴുതി വായിച്ചേ പറ്റൂ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.